പിന്നെ ഞങ്ങൾക്ക് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. കാരണം ലോകത്തിൻ്റെ ഈ അറ്റത്ത് സൗത്തിൽ നിന്ന് ഞങ്ങൾ നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദി വേൾഡിൽ അവിടുത്തെ ഒരു ചെറിയ ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് കാണാം. സ്വീഡനിലെ ഏറ്റവും നോർത്ത് അറ്റത്തുള്ള ആർട്ടിക് റീജിയൻ്റെ മുകളിലുള്ള ഒരു ചെറിയ സ്ഥലം, വളരെ ചെറിയൊരു സ്ഥലമാണ് കിരുന. അപ്പോൾ ഇന്ന് കുറച്ച് കിരുനയിലെ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ സ്റ്റോക്ക്ഹോമിന് ഫ്ലൈറ്റിലാണ് വന്നത്. നമുക്ക് ട്രെയിനിൽ വരാം, ബസ്സിലൊക്കെ വരാം, പക്ഷേ ഈസി ആയിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ട്രാവലേ ഉള്ളൂ ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു വളരെ ചെറിയ എയർപോർട്ടും നല്ലൊരു കാമായിട്ടുള്ളൊരു സ്ഥലം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കിരുന. ഇതാണ് കിരുന എയർപോർട്ട്. വളരെ ചെറുതാണ്. രാവിലെ ഒരു ഫ്ലൈറ്റും വൈകുന്നേരം ഒരു ഫ്ലൈറ്റും മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. സ്കാൻഡിനേവിയൻ എയർവേസ് മാത്രമേ അവിടെ ഉള്ളൂ. കൺവെയർ ബെൽറ്റൊക്കെ ആണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ. ഇതിൽ തിരക്കൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് അവിടെ ഒരു 5 മിനിറ്റ് മതി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഫ്ലൈറ്റ് വരുന്ന സമയം അനുസരിച്ച് അവിടുന്ന് ബസ് സർവീസും ഉണ്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമുക്ക് സിറ്റിയിലേക്ക് പോകാനായിട്ട് അവിടുന്ന് തന്നെ ബസ് കിട്ടും. ഞങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ബസ് ആക്ച്വലി കിട്ടുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളൊരു കാറ് പിടിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ എടുത്ത എയർബിഎൻബി ആക്ച്വലി ഒരു 3-4 കിലോമീറ്റേഴ്സേ അവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വളരെയധികം എക്സ്പെൻസീവാണ് ടാക്സിയൊക്കെ അവിടെ. അപ്പോൾ നമുക്കൊരു 6,000 റുപ്പീസോളം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളങ്ങനെ ഊബർ പിടിച്ചിട്ട് ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് പോകുമായിരുന്നു. എല്ലാ സ്ഥലത്തും ഐസാണ്. നമ്മൾ മഷിയിട്ട് നോക്കിയ ആൾക്കാരെ കാണില്ല. അത്രയ്ക്ക് വിജനമായിട്ടുള്ള സ്ട്രീറ്റ്സും. ഇവിടുത്തെ പോപ്പുലേഷനും വളരെ കുറവാണ്. 20,000-21,000 പേരൊക്കെ ഉള്ളൂ കിരുണ മുനിസിപ്പാലിറ്റിയിൽ തന്നെ. ഇതാണ് ഞങ്ങൾ താമസിച്ച എയർബിഎൻബി. ഞങ്ങൾ ചെന്ന ദിവസം അവിടെ -15 ഡിഗ്രീസ് ആയിരുന്നു. ഞങ്ങൾ ചെന്ന എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് അവിടുത്തെ ഓണർ പറയുമായിരുന്നു ലാസ്റ്റ് വീക്ക് അത് -35 ആയിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് തന്നെ ഭയങ്കര കാറ്റും നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ആയിട്ട് മുകളിൽ വരെ മഞ്ഞൊക്കെ ആയിരുന്നു. ഞങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ ലെയറൊക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളിപ്പോൾ റൂമിൽ കയറി പെട്ടിയൊക്കെ വെച്ചിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. നല്ല തണുപ്പുണ്ടെങ്കിൽ ശരി ഒന്ന് വെറുതെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും എവിടെ നോക്കിയാലും ഐസേ ഉള്ളൂ. മാത്രമല്ല നമുക്ക് ഐസിൽ നടക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വീഴാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഓരോ വീട്ടിലേക്ക് പോകുന്ന വഴികളൊക്കെയാണ്. സൈഡിൽ ഇങ്ങനെ ഒരു ഫെൻസിങ് ഒക്കെ കണ്ടു. അപ്പം ഓരോ വീടിൻ്റെയും ബൗണ്ടറി അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ ഐസ് വീണിട്ട് ഫുൾ കവേർഡാണ്. ഞങ്ങളിങ്ങനെ അറിഞ്ഞൂടാ റോഡാണോ വീട്ടിലേക്ക് പോകുന്ന വഴിയാണോ, എന്നാലും അതിലേ കൂടിയൊക്കെ നടന്നു. പിന്നെ നടക്കാനാണെങ്കിലും കുറച്ച് നമ്മൾ നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നിപ്പോവും, വീഴും ഒക്കെ ചെയ്യും. അപ്പോൾ അത് കാരണം അതും വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ കുറേ നടന്നു. ഇനി കുറച്ച് കിരുണയെ പറ്റി പറയാം. കിരുണ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ. ഇത്രയും തണുപ്പൊക്കെ ആണെങ്കിലും യൂറോപ്പിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് അയൺ ഓർ മൈൻസ് ഉള്ള സ്ഥലമാണ്. അത് അണ്ടർഗ്രൗണ്ടാണ്. അത് നടത്തുന്ന ഒരു LKAB എന്ന് പറഞ്ഞിട്ടൊരു സ്വീഡിഷ് കമ്പനിയാണ്, ഗവൺമെൻറ്റിൻ്റെ തന്നെ. അത് താഴോട്ട് 1.52 കിലോമീറ്റേഴ്സ് ഡീപ്പാണെന്നാണ് പറയുന്നത്. അപ്പം അണ്ടർഗ്രൗണ്ടിൽ വളരെ വലുതായിട്ടുള്ള ഒരു അയൺ ഓർ മാനുഫാക്ചറാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അത് കാരണം അവരുടെ മുകളിലത്തെ ഭൂമിയുടെ സർഫസ് വളരെയധികം അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് അവർ അവിടുത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ട്രക്ചറുകളും അതേപോലെ അവിടെ ഒരു കിരുണ ചേർച്ച്, പിന്നെ സ്കൂള്, അങ്ങനത്തെ കുറേ അവർ റീഅലോക്കേറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് അവരുടെ സിറ്റി.
നമ്മൾ തണുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ ചെയ്ത് ലെയറൊക്കെ ഇട്ട് വരികയാണെങ്കിലുണ്ടല്ലോ അത്ര വലിയ തണുപ്പ് തോന്നില്ല, -15 ആണെങ്കിലും. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു അവിടെ താമസിച്ച 3 ദിവസവും. അപ്പം ഞങ്ങൾ നോർത്തേൺ ലൈറ്റ്സ് കാണാനാണ് അവിടെ മെയിനായിട്ട് പോയത്. പക്ഷേ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു സ്ഥലം നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. അത്രയ്ക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ മരിക്കുന്നവരെ കിടക്കും, അങ്ങനെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ സമ്മർ ആകുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കില്ല. വിൻ്ററിൽ ഇങ്ങനെ ഭയങ്കര തണുപ്പും ഐസും ഒക്കെ ആയിരിക്കും. പക്ഷേ സമ്മർ വളരെ നല്ലതാണ് ഇവിടെ. ഒട്ടും പൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൈ ഒക്കെ വളരെ ക്ലിയർ ആണ്. അത് കാരണം നോർത്തേൺ ലൈറ്റ്സ് കാണാനൊക്കെ വളരെ നല്ലൊരു സ്ഥലമാണിത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനെന്ന് പറയാനൊന്നുമില്ല. പിന്നെ നോർത്തേൺ ലൈറ്റ്സ് കാണാനാണ് അധികം ആൾക്കാരും ഇവിടെ വരുന്നത്. പിന്നെ കിരുണ ചേർച്ച് ഉണ്ട്, പിന്നെ അതേപോലെ മൈൻ ടൂറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ കൂടുതൽ. ഞങ്ങളങ്ങനെ തിരിച്ചു പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും വൈകുന്നേരം ഇറങ്ങി. അപ്പം ഞങ്ങളുടെ എയർബിഎൻബിയുടെ നേരെ മുമ്പിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ചിട്ട് ഞങ്ങളിനി സിറ്റിയിലേക്ക് പോയി. അപ്പം ബസ്സിനൊക്കെ വളരെ അധികം ചാർജാണ്. കാര്യം വെച്ചാൽ ഒരു 2 കിലോമീറ്റർ പോകാനൊക്കെ 320 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ്. പക്ഷേ ബസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമാണ്. നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ബസ് വരുന്ന സമയമൊക്കെ കറക്റ്റായിട്ട് അവർ പറയും, ആ ടൈമിന് വരും, ആ സമയത്ത് അവിടെ ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ വരും. ബസ്സിൽ പറയുമ്പോൾ 1-2 പേരേ ഉണ്ടാവുള്ളൂ. നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ടിക്കറ്റൊക്കെ നമുക്ക് മുമ്പിൽ നിന്ന് തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാണ് അവരുടെ ന്യൂ സിറ്റി സെൻറ്റർ. ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് സ്കാൻഡിക് ഹോട്ടലാണ്. പിന്നെ ആ സർക്കുലർ ബിൽഡിംഗ് കാണുന്നത് അവരുടെ സിറ്റി ഹാളാണ്. അപ്പോൾ അവരിങ്ങനെ സിറ്റി കുറച്ച് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ തന്നെയാണ് കിരുണ ചേർച്ചും അവർ റീഅലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പോയാൽ മതി. ഞങ്ങൾ അവിടെ പോകാനാണ് ആക്ച്വലി ഇന്ന് വന്നത്. പക്ഷേ അത് ഇന്ന് ക്ലോസ്ഡ് ആയിരുന്നു. കാര്യം അവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്, അവർ എൻട്രി ഒന്നും ഇല്ല. അപ്പോൾ ഇനി എന്നാ തുറക്കാമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾക്കത് ശരിക്കും ഒരു മിസ്സായി. ഇതാണ് ആ ദൂരെ കാണുന്നില്ലേ, അതാണ് കിരുണ ചേർച്ച്. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ആ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടന്നു. ഫുട്പാത്ത് മുഴുവൻ നൈസാണ്, പക്ഷേ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല രസമാണ്. അവരിങ്ങനെ എന്തൊക്കെയോ റെയിൻഡിയറിൻ്റെ സ്റ്റാച്യു ഒക്കെ വെച്ച് നല്ല ഇലുമിനേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ പോവുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ സന്ധ്യ ആവാറായി. ഞങ്ങളങ്ങനെ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോയി. ഇവിടെ വേറൊരു കാര്യം കൂടി എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, സാമി കൾച്ചർ. സാമി എന്ന് പറയുന്നത് ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൽ, ഇവിടെ മാത്രമല്ല സ്വീഡൻ, നോർവേ, ഫിൻലൻഡിലൊക്കെ ആ ആർട്ടിക് റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൾച്ചർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ടൂർ പോലെ അങ്ങനെ വൺ ഡേ നമുക്ക് പോകാൻ പറ്റും. ഞങ്ങൾ അതിന് പോയില്ല. അങ്ങനെ ഞങ്ങൾ എയർബിഎൻബിയിൽ നമ്മുടെ എത്തിയപ്പോൾ കാഴ്ചയാണ്. സന്ധ്യയായല്ലോ, അപ്പം സൂര്യൻ അസ്തമിച്ചു. നല്ല ഭംഗിയായിരുന്നു. അവിടുത്തെ ലൈറ്റും ഒക്കെ ഇട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു വെളിയിൽ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം നമുക്കിനി ഐസ് ഹോട്ടലിൽ പോകണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ അതൊക്കെ നോക്കണം, അത് ടിക്കറ്റൊക്കെ എടുക്കണം. ഇനി ഐസ് ഹോട്ടൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.